നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 11-ാം തീയതിയാണ് ജനുവരി 11-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടം MLA പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 3-ാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട പരാതിയിന്മേലാണ് രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് സെഷൻസ് കോടതിയിലും അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലും അതിനു മുൻപ് ആശുപത്രികളിലും ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു. അതിനുശേഷം തെളിവെടുക്കാനായി ഹോട്ടൽ മുറിയിലും ഒക്കെ തന്നെ എത്തിച്ചു. അങ്ങനെ ഒരു പ്രദർശനം തന്നെയായിരുന്നു പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടു നടന്നത്. പ്രതിഷേധക്കാരും അതുപോലെ തന്നെ മാധ്യമപ്പടയും ഒക്കെയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള രീതിയിലായിരുന്നു ഈ പോലീസ് സംഘമൊക്കെ തന്നെ കസ്റ്റഡിയിൽ എടുത്തതും കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പല പോലീസ് ഉദ്യോഗസ്ഥരും കിട്ടിയ അവസരം പാഴാക്കാതെ രണ്ടിടി കൂടെ കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഉന്തിലും തള്ളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അതേസമയം ഇതേ കേരളത്തിൽ നിയമവ്യവസ്ഥ ആണിനും പെണ്ണിനും തുല്യമായ കേരളത്തിൽ ഒരു കൊലയാളിയാണ് എന്ന് പറയപ്പെടുന്ന ഷിംജിത എന്ന യുവതിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് നേരെ കൊണ്ടുപോയത് SIയുടെ പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു. എന്തിനു വേണ്ടിയാണ് അത്തരമൊരു നീക്കം നടത്തിയത് എന്നൊരു ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. BJP പ്രവർത്തകർ അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിഷേധം വരെ നടത്തിയിരുന്നു. ദീപക് എന്ന 41 വയസ്സുകാരനെ ഒരു വീഡിയോ ചെയ്ത് കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒന്നോർക്കുക, എല്ലാ പെൺകുട്ടികളും പ്രതികരിക്കുമ്പോൾ അത് ഷിംജിതമാരാവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ദീപക്കുമാരാവണമെന്നുമില്ല. ദീപക് ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് CCTV ദൃശ്യങ്ങളടക്കമുള്ളവ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും ഷിംജിത ഇപ്പോഴും തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് ലൈംഗികപരമായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഷിംജിതയെ. ആ സമയത്താണ് വനിതാ പോലീസ് അടക്കമുള്ളവർ മഫ്തിയിൽ വന്നെങ്കിലും ഷിംജിതയെ പ്രൈവറ്റ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോയത്. എന്തിനാണ് പ്രൈവറ്റ് വാഹനത്തിൽ കയറ്റുന്നത്? ഷിംജിത നിന്റെ കെട്ടിയോളാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിഷേധക്കാർ മുദ്രാവാക്യമായി വിളിച്ചിരുന്നു. SIക്ക് എന്താ വല്ല ഇഷ്ടക്കേടുണ്ടോ അത് പോലീസ് ജീപ്പിൽ കയറ്റുന്ന അടക്കമുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. നീതി എല്ലാവർക്കും തുല്യമാണെന്ന് പറയുമ്പോഴാണ് പോലീസ് ഏമാന്മാരുടെ ചില നീക്കങ്ങൾ ഇങ്ങനെ. എല്ലാ പോലീസും തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാ പോലീസും ഇതുപോലെയാണ് പ്രവർത്തിക്കുക എന്ന് പറയുന്നില്ല. ചിലരെങ്കിലും രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ എന്നാൽ കുറച്ചൊക്കെ ഒന്ന് അയഞ്ഞു കൊടുക്കാം എന്നൊരു മട്ടിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഏതായാലും നീതിക്കും ന്യായത്തിനും മുന്നിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. പ്രതിഷേധം ആളിക്കത്തുകയാണ്, പ്രതികരണങ്ങൾ വരുന്നുണ്ട്, പിന്നെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കേസിൽ നടപടിയില്ലാതെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണെങ്കിൽ കൃത്യമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ചിലർ പ്രതികരിക്കുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്